ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷം 24 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ. 1,73,00,000 രൂപ നീക്കി ബാക്കിയുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് AT അജിത് കുമാർ അവതരിപ്പിച്ചു. 24,41,17,354 രൂപയുടെ വരവും 24,25,46,854 രൂപയുടെ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് കുമാർ അവതരിപ്പിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റും ഈ ഭരണസമിതിയുടെ പുതിയ ഭരണസമിതി ആദ്യത്തെ ബഡ്ജറ്റുമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനിവിടെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയാണ്. ബഹുമാനരെ, മുടക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റും പുതിയ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2015-20 കാലഘട്ടത്തിൽ മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി 5 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഒട്ടേറെ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും ഒട്ടേറെ പദ്ധതികൾ നടപ്പിൽ വരുത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതമായ വിഭവ സ്രോതസ്സുകളെ വളരെയധികം പരിശ്രമത്തോടെ കൂട്ടിയോജിപ്പിച്ചാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 14 വാർഡുകളുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ അടിസ്ഥാന മേഖല കൃഷിയാണ്. അതിന് ഊന്നൽ നൽകുന്നതോടൊപ്പം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതോടെ മാലിന്യമുക്ത മുടക്കുഴ എന്ന സ്വപ്നത്തിലേക്ക് കൂടി ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ജലസംരക്ഷണം, ക്ഷീരവികസനം, കായിക മേഖല, ആരോഗ്യ ഗ്രാമം, പശ്ചാത്തലം എന്നീ മേഖലകൾക്കും മുന്തിയ പരിഗണന നൽകുന്നു. മാറുന്ന കാലഘട്ടത്തിൽ അതിനൊപ്പം മുടക്കുഴ ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നു. ഉന്നത നിലവാരമുള്ള റോഡുകൾ, എല്ലാവർക്കും കുടിവെള്ളം, വെളിച്ചം, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, വനിതാക്ഷേമം എന്നിവയ്ക്കും പരിഗണന നൽകുന്നു. സമയബന്ധിത സേവനങ്ങളിലൂടെ ജനഹൃദയ പഞ്ചായത്താക്കി മാറ്റുന്നതിനും പശ്ചാത്തല മേഖലയിൽ സ്ഥലം വാങ്ങൽ ഉൾപ്പെടെ പുതിയ ആസ്തി സൃഷ്ടിക്കുന്നതിനും നാന്ദി കുറിക്കുന്നതിനും ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. സ്മാർട്ട് മുടക്കുഴ വില്ല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂരഹിത ഭവനരഹിതരായ 14 കുടുംബങ്ങൾക്ക് പാർപ്പിടമൊരുക്കുന്നതിനാണ് മുഖ്യ പരിഗണന. ഇതിനായി 1.5 കോടി രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ സ്വീറ്റ് ഹോം പദ്ധതിക്കും പുതിയ കളിസ്ഥലം ഒരുക്കുന്നതിനും 1 കോടി രൂപ വീതവും നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലുമുള്ള വികസനമാണ് ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വൈസ് പ്രസിഡന്റ് AT അജിത് കുമാർ വ്യക്തമാക്കി. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചത്. കേവലം 2 മാസമാണ് നമ്മുടെ പുതിയ ഭരണസമിതി വന്നിട്ടായുള്ളൂ. പക്ഷേ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകളെയാണ് നമ്മൾ ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത്. ഒന്ന് കാർഷിക മേഖല, ഒന്ന് ആരോഗ്യ മേഖല, ഒന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു ക്ലീൻ മുടക്കുഴയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം. ആ ക്ലീൻ മുടക്കുഴയ്ക്ക് DPCയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട കവലകൾ, ആദ്യഘട്ടത്തിൽ 5 കവലകൾ ശുചിയാക്കുന്ന ഒരു പദ്ധതിക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതുവഴി നമ്മൾ കുടുംബശ്രീ അടക്കമുള്ള സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുകയും നമ്മുടെ ആ പ്രധാനപ്പെട്ട കവലകൾ ഡെയിലി അടിച്ചുവാരി ക്ലീനാക്കി യാതൊരു മാലിന്യമില്ലാത്ത ഏറ്റവും സുന്ദരമായ കവലകളാക്കി മാറ്റുന്ന ഒരു പദ്ധതിക്കാണ് നമ്മൾ ക്ലീൻ മുടക്കുഴ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ആരോഗ്യരംഗം നമുക്കറിയാം, വളരെ കാലങ്ങളായിട്ടുള്ള കുറേ പരാതികളും പരിമിതികളും മറികടക്കാൻ രീതിയിൽ വലിയ തുകകളാണ് നമ്മൾ 10-75 ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിക്കൊണ്ട് മുടക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കായകൽപ്പ അവാർഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിഗണിച്ച് മികച്ച സേവനം ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ള പദ്ധതികൾ നമ്മൾ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മുടക്കുഴ ഏറ്റവും നമ്പർ 1 മേഖല കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയും ക്ഷീര മേഖലയൊക്കെയാണ്. അപ്പോൾ ആ കാർഷിക മേഖലയ്ക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് തരിശ് നിൽക്കുന്ന ഏകദേശം 20 ഹെക്ടറോളം തരിശ് ഭൂമി നെൽകൃഷിക്ക് യോഗ്യമാക്കുന്ന വലിയ പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതാ ക്ഷേമത്തിന് വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട്. വനിതകൾക്ക് PC കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ, വനിതകളുടെ മാനസിക ആരോഗ്യം കുറയ്ക്കുന്നതിന് വേണ്ടി വനിതാ ഉത്സവ്, അതുപോലെ അവർക്കൊരു അടുക്കളത്തോട്ടം, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുമായി യോജിപ്പിച്ചുകൊണ്ട് 5 ഐറ്റങ്ങളുള്ള ഒരു അടുക്കളത്തോട്ടം പദ്ധതി, തൊഴിൽ കാർഡ് എടുക്കുമ്പോൾ അവർക്ക് 1-2 ദിവസം വേതനം ലഭിക്കുന്ന രീതിയിൽ അടുക്കളത്തോട്ടം പദ്ധതിക്ക് നമ്മൾ വലിയ പരിഗണന കൊടുക്കുന്നു. പ്രസിഡന്റ് പറഞ്ഞു, നമ്മുടെ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. 1 കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി, 50 ലക്ഷം രൂപ പഞ്ചായത്തും 50 ലക്ഷം സർക്കാരും തരുന്ന ഒരു കളിസ്ഥലം നമ്മുടെ അകനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അകനാട് LP സ്കൂളിൽ തുടങ്ങാവുന്ന ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ബഡ്ജറ്റ് അവതരണ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അൽഫോൻസ ഡേവിഡ്, അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോജ റോയ്,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി.കെ. സുമേഷ് കുമാർ, മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം.പി. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റായിരുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് A.T. അജിത്കുമാർ അവതരിപ്പിച്ചത്. എല്ലാ മേഖലയും ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തണ്ട് ഫണ്ട് തീരെ കുറവുള്ളൊരു പഞ്ചായത്താണ്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും MLA, MP, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ തനത് ഫണ്ട് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതീക്ഷിത തുക വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മളിന്നിവിടെ അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ, കാരണം നൂതനമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം തുക വരുത്തിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം വൃദ്ധർക്ക് നമ്മുടെ പകൽ വീട് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ വനിതകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ ശിശുക്കൾക്ക് വേണ്ടിയുള്ള വേറെ പദ്ധതികൾ, അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടി കളിസ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ സർക്കാരിൻ്റെ 50 ലക്ഷം രൂപയും നമ്മുടെ 50 ലക്ഷം രൂപയും വകയിരുത്തിക്കൊണ്ടുള്ളൊരു പദ്ധതി. അതുപോലെ നമുക്കറിയാം, മണ്ണോട് മനസ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം വഴി നമുക്ക് ഒരു വ്യക്തി 80 സെൻറ്റ് സ്ഥലം തരികയും നമ്മുടെ ലൈഫിലുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവിടെ നമ്മളൊരു വില്ല പോലെ പണിത് ഒരേപോലെ തന്നെ വീട് പണിതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അവർക്ക് കൊടുത്തു മുന്നേറാനായിട്ടും, അതുപോലെ നമ്മുടെ BMBC നിലവാരത്തിൽ നമ്മുടെ മുടക്കുഴ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 3-4 കവലകൾ വരുന്ന പ്രധാനപ്പെട്ട റോഡുകളിൽ BMBC നിലവാരത്തിൽ റോഡുകൾ ചെയ്യുന്നതിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം നമ്മൾ പാണ്ടിക്കാട് മുടക്കുഴ റോഡെടുത്തുകൊണ്ട് BMBC നിലവാരത്തിന് 60 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കവലകൾ മാലിന്യമുക്തമാക്കാൻ വേണ്ടി കവലകളുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കവലകൾക്ക് 7 ലക്ഷം രൂപ വെച്ചുകൊണ്ട് കവലകൾ ശുചീകരിച്ച് ക്യാമറ വയ്ക്കുന്നതിനൊരു നൂതന പദ്ധതി വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.